അവിടെ വളരെ നിശബ്ദനായിട്ടും വളരെ സൈലന്റ് ആയിട്ടും വളരെ ബഹുമാനത്തോടും വാക്കുകൾ എങ്ങനെ ഉപയോഗിക്കണമെന്നും എന്നെ പേര് പറഞ്ഞുകൊണ്ട് വളരെ മാന്യമായി അഭിസംബോധന ചെയ്യുവാനും ഒക്കെ അയാൾക്ക് അറിയാമായിരുന്നു. പക്ഷെ അയാൾ ചെയ്തിട്ടുള്ള ഒരു യൂട്യൂബ് ലിങ്ക് ഇപ്പൊ എനിക്ക് ചില സുഹൃത്തുക്കൾ അയച്ചു തന്നു. അതിൽ അയാൾ വലിയ രീതിയിൽ നിന്നെ എന്നൊക്കെ എന്നെ അഭിസംബോധന ചെയ്തു എന്ന് പറയുന്നു. അതുകൊണ്ട് യൂട്യൂബർ രാജനോടാണ് എന്റെ മുഖത്ത് നോക്കി എന്നെ അത്തരത്തിലൊരു അഭിസംബോധന ചെയ്താൽ കിട്ടാൻ പോകുന്ന മറുപടി ഒരിക്കലും നിയമപരമായിട്ടില്ല. അതിന് അർഹിക്കുന്ന രീതിയിൽ തന്നെ മറുപടി. UDFന്റെ നട്ടലുള്ള വനിതാ പ്രവർത്തകയാണ് സീനാദേവി കുഞ്ഞമ്മ. കഴിഞ്ഞ ദിവസം രാജൻ ജോസഫുമായിട്ട് ബന്ധപ്പെട്ട് രാജൻ ജോസഫിനെ പോലീസിൽ പരാതി കൊടുത്ത് രാജൻ ജോസഫിനെ പിടിച്ച് ജയിലിലടച്ചു. അതിനുശേഷം സീനാദേവി കുഞ്ഞമ്മ ജയിലിൽ പോയി രാജൻ ജോസഫിനെ കണ്ടു. അവിടെ കിടക്കട, ഇനിയെങ്കിലും നീ മര്യാദ പഠിക്കട എന്നൊക്കെ പറഞ്ഞിട്ട് സീനാദേവി കുഞ്ഞമ്മ രാജൻ ജോസഫിന് നല്ലൊരു ഉപദേശമൊക്കെ കൊടുത്തിട്ടാണ് പുള്ളിക്കാരി വന്നിട്ടുള്ളത്. ഇതുപോലെ UDFൽ ഇതുപോലെ ഇങ്ങനെ നട്ടലുള്ള വനിതാ പ്രവർത്തകരെയൊക്കെ ഉറപ്പായിട്ടും സപ്പോർട്ട് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഇതുപോലുള്ള സീനാദേവി കുഞ്ഞമ്മയെ പോലുള്ള നല്ല പക്വതയും വിവരവും വിദ്യാഭ്യാസവും നല്ല ഇതുപോലെ ഓരോ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന രീതിയുണ്ടല്ലോ, ആ പക്വതയോടുകൂടി അവതരിപ്പിക്കുന്ന രീതിയും ഒക്കെ ഇങ്ങനെയുള്ള ആളുകളെ ഉറപ്പായിട്ടും സപ്പോർട്ട് ചെയ്യണം. സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇങ്ങനെയുള്ള ആൾ നാളെ ഒരു മന്ത്രി വരെ ആവാൻ കേപ്പബിൾ ഉണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ സീനാദേവി ഇഷ്ടപ്പെടുന്ന ആളുകളൊക്കെ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണം. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനലും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ഫോളോ ചെയ്ത് വെക്കണം. അപ്പം അതാരും മറക്കല്ല്, ഉറപ്പായിട്ടും ചാനൽ ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം സീനാദേവിയുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം സീനാദേവിയുടെ പരാതിയിൽ രാജൻ ജോസഫിനെ പോലീസ് ബുക്കിയായിരുന്നു. അതിന് ശേഷവും ഇയാൾ വന്നിട്ട് വീണ്ടും ഈ പരിപാടി തുടരുവാണ്. അതിനുശേഷം പിന്നെയും വന്നിട്ട് അതിനൊരു കുറവുമില്ല. ഇല്ല, പട്ടിയുടെ വാല് 12 കൊല്ലം കുഴലിട്ടാലും അതുപോലെ തന്നെ കിടക്കുമെന്ന് പറയില്ല. അതാണ് ഇയാളുടെ അവസ്ഥ. ഓക്കെ, അപ്പം സീനാദേവി കുഞ്ഞമ്മയുടെ ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ പ്രതികരണം ഇവിടെ വയ്ക്കാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് സയൻസ് സെക്രട്ടറി കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. സീനാദേവി കുഞ്ഞമ്മയെ വിളിച്ച് വിശദമായിട്ട് ഇതിൻ്റെ ഡീറ്റെയിലൊക്കെ പുള്ളിക്കാരൻ ചോദിക്കുന്നുണ്ട്. ആ ഒരു വോയിസും കൂടെ ഞാൻ ഇവിടെ വെച്ച് തരാം. അപ്പോൾ സീനാദേവി കുഞ്ഞമ്മ ഇപ്പം ഇയാളുടെ അഭിപ്രായം രാഷ്ട്രീയപരമായിട്ടൊന്നും അഭിപ്രായം പറയുന്നതിന് കുഴപ്പമില്ല. ഇയാൾ വന്നിരുന്നിട്ട് ചുമ്മാ അനാവശ്യമായിട്ടുള്ള അവിഹിത കഥകളും രാഹുൽ മാങ്കൂട്ടവുമായിട്ട് ബന്ധപ്പെട്ട് രാഹുലിനെ എന്ന് സീനാദേവി സപ്പോർട്ട് ചെയ്തെന്നും രംഗത്ത് വന്നു. അന്ന് തൊട്ട് പിന്നെ സീനാദേവിയുടെ മെക്കിട്ട് ഇറക്കം തുടങ്ങി. ഓരോ ദിവസം രാഹുലുമായിട്ടും സീനാദേവിയുമായിട്ടും അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് മറ്റേതാണ് മറിച്ചാന്നൊക്കെ പറഞ്ഞിട്ട് ഡെയിലി വന്നിരുന്ന ഓരോ വീഡിയോ ചെയ്തുകൊണ്ട് പോകലാണ് ഇയാളെ പണി. ഇയാളെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാഫി പറമ്പിലിനെ എങ്ങനെയെങ്കിലും പൂട്ടുക. അതായിരുന്നു ഇയാളെ മെയിൻ അജണ്ട. ഷാഫി പറമ്പിലിനെതിരെയും കുറേ വീഡിയോ എങ്ങനെ ചെയ്തു, ചുമ്മാ വരുന്നിട്ടില്ല എവിടെ നിന്നെങ്കിലൊക്കെ ഇല്ല രൂപകൽപ്പന ചെയ്ത് ഇല്ല ഓർത്തെടുത്ത് ഇല്ല ഉണ്ടാക്കിയെടുക്കുമെന്ന് പറയുമല്ലോ. അതുപോലെയാണ് ഇങ്ങനെ പറയുന്നതിൽ എന്തെങ്കിലും സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിലും വിത്ത് പ്രൂഫോടുകൂടി വന്നിരുന്ന് കാണിക്കും, പറ, കുഴപ്പമില്ല. ഇത് ഇല്ലാത്ത കുറേ കാര്യങ്ങൾ ഇപ്പം സങ്കല്പത്തിൽ രൂപകൽപ്പന ചെയ്തിട്ട് വന്നിരുന്നിട്ട് ഇന്നതുപോലാണെന്ന് പറഞ്ഞ് അത് എത്ര ആളുകൾ കാണുന്നതാണ് അല്ലേ? ഉള്ള കാര്യം എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യുക, അല്ലെങ്കിൽ സംസാരിച്ച് അഭിപ്രായം പറ. ഇല്ലാത്ത കുറേ കാര്യങ്ങൾ എവിടെ നിന്നൊക്കെയോ അയാളെ രൂപകൽപ്പനയിൽ പടച്ചെടുത്തുകൊണ്ട് വന്നിട്ട് ഇതുപോലെ ഉള്ള അഭിപ്രായങ്ങൾ കാണിച്ചുകൊണ്ടാണ് സീനാദേവി പരാതി കൊടുത്തത്. പുള്ളിക്കാരനെ പോലീസ് പിടിച്ച് അകത്തിടുകയും ചെയ്തത്. എന്തായാലും ജാമ്യം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും സീനാദേവി പറയുന്നത് ഒന്ന് കണ്ടുപോകെ. ഒപ്പം ചേരുന്നുണ്ട്. എന്തായി, ഒരു നീതി ലഭിച്ചു എന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും കേരള പോലീസ് അയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അടൂർ പോലീസ് എറണാകുളത്തെത്തി അയാളെ അറസ്റ്റ് ചെയ്യും. അപ്പോൾ ആ സാഹചര്യത്തിൽ ഇത്രയും കഴിഞ്ഞ ഒരു 8 മാസക്കാലമായിട്ട് അയാൾ ചെയ്തിട്ടുള്ള വീഡിയോസിൻ്റെ, അധിക്ഷേപകരമായ വീഡിയോസിൻ്റെ ഒക്കെ ഒരു പരാതിയുടെ ഫലമായിട്ട് അറസ്റ്റ് രേഖപ്പെടുത്തി നീതി ലഭിച്ചു എന്ന് തന്നെയാണ് വിശ്വാസം. വളരെ മോശമായ പരാമർശങ്ങളാണ് അതിനകത്തുണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് തന്നെ ശ്രീന പരാതി നൽകിയിരുന്നില്ലേ? നൽകിയിരുന്നു. 2025 സെപ്റ്റംബർ മാസം മുതലാണ് ഇയാൾ എനിക്കെതിരെ വീഡിയോ ചെയ്തു തുടങ്ങിയത്. അന്ന് ഞാൻ ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായിരുന്നു. CPIയുടെ ജില്ലാ പഞ്ചായത്ത് അംഗമായിട്ടിരിക്കുകയാണ് എനിക്കെതിരെ വളരെ മോശമായിട്ടുള്ള വീഡിയോസ് അയാൾ ചെയ്തത്. അന്ന് ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായിട്ടിരിക്കെ തന്നെ ഞാൻ ഈ വിഷയത്തിൽ പരാതി നൽകിയിരുന്നു. പക്ഷേ ചില പ്രാദേശികരായിട്ടുള്ള ചില ഇടതുപക്ഷത്തിൻ്റെ ചിലരുടെ പിന്തുണയുള്ളത് കൊണ്ടായിരിക്കാം അയാൾക്കെതിരെ യാതൊരു വിധത്തിലുള്ള നടപടിയും ഉണ്ടായില്ല. അപ്പോൾ അതിനെ തുടർന്ന് നിരന്തരമായിട്ട് അയാൾ ഏതാണ്ട് കഴിഞ്ഞ ഒരു വീഡിയോസ് അയാളും ഒരു സിബി എന്ന് പറയുന്ന മറ്റൊരാളും ചേർന്നുകൊണ്ട് ചെയ്തിട്ടുണ്ട്. ഇതിനെതിരെ എല്ലാം പരാതി നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴാണ് ഒരു നീതി ലഭിച്ചു എന്നുള്ളൊരു പോയിന്റിലേക്ക് എത്തി നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം രാജൻ അറസ്റ്റിലാക്കപ്പെട്ട് അടൂർ പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോൾ അയാൾക്ക് ഇത് ജാമ്യം എടുക്കാനായിട്ട് എത്തിച്ചേർന്നത് CPMന്റെ
അടൂർ ടൗൺ ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറിയാണ്, കൂടെ അടൂർ ഏരിയ കമ്മിറ്റി അംഗവും. അപ്പോൾ CPM-ന്റെ അടൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും അടൂർ ഏരിയ കമ്മിറ്റി അംഗവും വരികയും അടൂര് CPM-ന്റെ അഡ്വക്കേറ്റ്, ആ അഡ്വക്കേറ്റാണ് അയാൾക്ക് ജാമ്യത്തിനായിട്ട് ഹാജരായത്. അപ്പോൾ അത് പിന്നെ നമ്മൾ പറയാനില്ല, കാരണം ആസ് എ പ്രൊഫഷൻ ഒരു അഡ്വക്കേറ്റ് ഒരു കേസിൽ അപ്പിയർ ചെയ്യുന്നതിനെക്കുറിച്ച് രാഷ്ട്രീയപരമായിട്ട് അതിനെ ചിത്രീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ജാമ്യം എടുക്കുവാനായിട്ട് എത്തിച്ചേർന്നത് CPM-ന്റെ അടൂര ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും ഏരിയ കമ്മിറ്റി അംഗവുമാണെങ്കിൽ CPM-ന് ഇത്തരത്തിലുള്ള യൂട്യൂബേഴ്സിനൊപ്പമുള്ള നിലപാട് എന്താണ് എന്നുള്ളത് വ്യക്തമായി പറയുക തന്നെ വേണം. സംസ്ഥാന നേതൃത്വം മുതൽ പ്രാദേശിക നേതൃത്വം വരെ, ലോക്കൽ കമ്മിറ്റി വരെയുള്ള ബ്രാഞ്ച് വരെയുള്ള എല്ലാ സഖാക്കളും സൈബർ സഖാക്കളും എടുക്കുന്ന നിലപാട് എന്താണെന്ന് പറയണം. കാരണം CPM-ന്റെ അനിഷേധ്യയായിട്ടുള്ള ഒരു നേതാവ് എന്ന് നിങ്ങൾ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളുന്ന PP ദിവ്യ, മുൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ശ്രീമതി PP ദിവ്യ കണ്ണൂർ ജില്ലയിലെ കണ്ണപുരം പോലീസ് സ്റ്റേഷനിൽ ഈ പറയുന്ന 2 പേർക്കുമെതിരെ കംപ്ലൈന്റ് കൊടുത്തിരുന്നു. ഒരു രാഷ്ട്രീയപരമായിട്ട് ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ചുള്ള വിമർശനങ്ങൾക്ക് അതീതമായിട്ട് ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ അവരെ അങ്ങേയറ്റം അവഹേളിച്ചുകൊണ്ടും അപമാനിച്ചുകൊണ്ടും ഇതേ യൂട്യൂബേഴ്സ് വീഡിയോ ചെയ്തിരുന്നു. അതിനെതിരെ അവർ പരാതി കൊടുത്തിരുന്നു, FIR ഇട്ടിരുന്നു. അതിനുശേഷം ശ്രീ മുഹമ്മദ് റിയാസിനെയും ഇളമരം കരീമിനെയും ചേർത്തുകൊണ്ട് അങ്ങേയറ്റം മോശപ്പെട്ട രീതിയിൽ വൾഗറായിട്ട് ഒരു വീഡിയോ ഇതേ ആൾക്കാർ തന്നെ ചെയ്തിട്ടുണ്ട്. അതവർ സംരക്ഷണം ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഇപ്പോഴും സാമൂഹ്യ മാധ്യമങ്ങളിൽ അവൈലബിൾ ആണ്. അപ്പോൾ അത്തരത്തിൽ മുഹമ്മദ് റിയാസിനെയും ഇളമരം കരീമിനെയും PP ദിവ്യയെ ചിത്രീകരിച്ച ഈ പറയുന്ന ആൾക്കാർക്ക് വേണ്ടി CPM-ന്റെ ഒരു ലോക്കൽ കമ്മിറ്റി അംഗവും ജാമ്യം എടുക്കാൻ വന്നിട്ടുണ്ട് എങ്കിൽ ആ പറഞ്ഞതൊക്കെയും ആരൊക്കെയായിരുന്നു? CPM-ന്റെ അടൂര് ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറി, കൂടാതെ അടൂർ ഏരിയ കമ്മിറ്റി അംഗം, ഈ 2 പേരും ജാമ്യം എടുക്കാൻ വന്നിട്ടുണ്ട് എങ്കിൽ എന്താണ് CPM-ന്റെ സംസ്ഥാന നേതൃത്വവും പ്രാദേശിക നേതൃത്വം വരെയുള്ളവർ ഈ പറഞ്ഞ മുഹമ്മദ് റിയാസിനെയും ഇളമരം കരീമിനെയും ഒക്കെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായി അംഗീകരിക്കുന്നു എന്ന് തന്നെ നമുക്ക് വിലയിരുത്തേണ്ടി വരും. അന്ന് എത്ര പരാതി നൽകിയിരുന്നു? അന്ന് ഏതാണ്ട് 10-ലധികം പരാതി നൽകിയിരുന്നു. അപ്പോൾ ഈ വിഷയത്തിൽ യാതൊരു അന്വേഷണമോ കാര്യങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് എടുക്കാനൊന്നും പോലീസ് തയ്യാറായിരുന്നില്ലേ? ഒരു വിഷയത്തിൽ ഒരു പരാതി നൽകിയപ്പോൾ ആ പരാതിയിൽ ഒരു സ്റ്റേറ്റ്മെന്റ് എടുക്കുകയും ഒരു FIR. എന്തല്ലേ, കുറച്ചെങ്കിലും ഉളുപ്പ് വേണം ചങ്ങാതി. ഉള്ള കാര്യങ്ങൾ വന്നിരുന്നിട്ട് സംസാരിക്കുക. അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ അഭിപ്രായം പറ. ഇത് ചുമ്മാ നിങ്ങളെ ഭാവനയിൽ ചുമ്മാ സൃഷ്ടിച്ചെടുത്ത കുറേ കഥകൾ കൊണ്ടിട്ട് കുറേ പടച്ചങ്ങോട്ട് വിടുക. വായി തോന്നുന്നത് കോതയ്ക്ക് പാട്ടെന്നുള്ള രീതിയിൽ എന്തൊക്കെയാണ് ഇങ്ങനെ അടിച്ചിറക്കി വിട്ടത്. ഷാഫി പറമ്പലിനെ പറ്റിയിട്ടും രാഹുൽ മാങ്കൂട്ടത്തിനെ പറ്റിയിട്ടും അവസാനം സീനാദേവി രാഹുലിനെ സപ്പോർട്ട് ചെയ്ത് വന്നപ്പോഴത്തേക്ക് സീനാദേവി കുഞ്ഞമ്മയെ പറ്റിയിട്ടും എവിടെ നിന്നാണ് തുടങ്ങുന്നത് വെച്ചാൽ മറ്റേ റിനി ആൻഡ് ജോർജ്, യുവനടി റിനി ആൻഡ് ജോർജ്. അപ്പോൾ റിനി ആൻഡ് ജോർജിൻ്റെ ഒരു സംഭവം മറ്റേ സീക്രട്ട് ചാറ്റോ അതാന്ന് തോന്നുന്നു. ആ ഒരു സംഭവം സീനാദേവി കുഞ്ഞമ്മ ഈ മറുനാടൻ മലയാളിയിൽ ഒരു ഇൻ്റർവ്യൂ, സാജൻ സക്രിയയ്ക്ക് ഒരു ഇൻ്റർവ്യൂ കൊടുത്തല്ലോ. ആ ഇൻ്റർവ്യൂവിൽ സീക്രട്ട് ചാറ്റിനെ പറ്റിയിട്ട് അങ്ങാണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് പിന്നെ നേരെ ഈ സീനാദേവി കുഞ്ഞമ്മയിലോട്ട് ഈ രാജൻ ജോസഫ് പിന്നെ പോകുന്നത്. പിന്നെ അങ്ങോട്ട് ഡെയിലി പിന്നെ സീനാദേവിയും രാഹുലിനെയും പറ്റിയിട്ട് പിന്നെ ഫുള്ള് അഭീത കഥകളായിരുന്നു. എന്താണ് ചങ്ങാതി, കുറച്ചും ഉളുപ്പ് വേണ്ട. ഉള്ള കാര്യങ്ങൾ സംസാരിച്ച് വന്നിരുന്നിട്ട് പബ്ലിക്കിൽ നടക്കുന്നത് വല്ലതും സംസാരിക്കും, ഇല്ലാത്ത കാര്യങ്ങൾ മെനഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. ഓക്കെ, ഞാനിവിടെ സാജൻ സക്രിയയുടെ ഒരു വീഡിയോ വെച്ച് തരാം. സാജൻ സക്രിയ സീനാദേവി കുഞ്ഞമ്മയെ വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഓഡിയോ ഞാൻ ഇവിടെ വെച്ച് തരാം. കുറച്ച് വിശദമായിട്ട് കുറേ കാര്യങ്ങൾ സാജൻ സക്രിയയുമായിട്ട് സംസാരിക്കുന്നുണ്ട്, അതൊന്ന് കേട്ടു നോക്കാം. നമസ്കാരം ശ്രീന. ശ്രീനയുടെ പരാതിയിൽ രാജൻ ജോസഫിനെ അറസ്റ്റ് ചെയ്തെന്ന് കേട്ടായിരുന്നു. ശ്രീനയുടെ പരാതിയിൽ തന്നെയാണോ മറ്റേ ഒരു ആദർശ് മുക്കടയുടെ പരാതിയിലാണ്? ഇതിലേതിലാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്? എന്താ സംഭവിച്ചത് യഥാർത്ഥത്തിൽ? അറസ്റ്റ് സംഭവിച്ചിട്ടുള്ളത് ഞാൻ നൽകിയ പരാതിയിലാണ്. ആദർശ് മുക്കട നൽകിയ പരാതിയിൽ ഈ പറയപ്പെടുന്ന യൂട്യൂബർ മുൻകൂർ ജാമ്യം എടുത്തിരുന്നതായിട്ടാണ് അറിവ്. കഴിഞ്ഞ കുറച്ച് 21 ദിവസങ്ങളിലായിട്ട് ഇയാൾ ഒളിവിലായിരുന്നു. എന്റെ പരാതി നൽകിയതിനു ശേഷം ഇയാളെ പോലീസിന് കണ്ടെത്താൻ സാധിക്കാത്ത വിധം ഇയാൾ ഒളിവിൽ താമസിക്കുകയായിരുന്നു. അപ്പൊ അതിനുശേഷം അയാൾ ഒളിവ് ജീവിതം അവസാനിപ്പിച്ച് വന്ന ദിവസം വൈകുന്നേരമാണ് അടൂർ പോലീസ് എറണാകുളത്ത് ഇയാളെ അറസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നൽകിയ പരാതിയിലാണ് അറസ്റ്റ്. ഈ ജാമ്യമില്ലാ വകുപ്പായിരുന്നില്ല അയാൾ, പക്ഷെ ജാമ്യം ഇന്നലെ തന്നെ കൊടുത്തെന്ന് തോന്നുന്നല്ലേ? അതെ അതെ. ഓക്കെ. ഈ വളരെ എന്താണ് ഇയാളെ പൊളിറ്റിക്കൽ പ്രതികരണം നടത്തിയതിന്റെ പേരിലല്ല, ശ്രീനിയെ കുറിച്ച് വളരെ അശ്ലീലം നിലർന്ന പലതും പറഞ്ഞു, അതല്ലേ? അങ്ങനെയല്ലേ സംഭവം? അതെ. കഴിഞ്ഞ ഒരു 8-10 മാസത്തിനിടയ്ക്ക് അയാൾ ഏതാണ്ട് 25 വീഡിയോസ് ആണ് എനിക്കെതിരെ ചെയ്തിട്ടുള്ളത്. അപ്പോ ഈ 25 വീഡിയോകളിലും അങ്ങേയറ്റം സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലുള്ള പദപ്രയോഗങ്ങളോടുകൂടി, വ്യക്തമായ പദപ്രയോഗങ്ങൾ, സൂചനകളോ ദ്വയാർത്ഥങ്ങളോ ഒന്നുമല്ല, വളരെ വ്യക്തമായിട്ട് തരത്തിലുള്ള വാക്കുകൾ കൃത്യമായി ഉപയോഗിച്ചുകൊണ്ടും എന്റെ ചിത്രം ഉപയോഗിച്ചുകൊണ്ടും എന്റെ പൂർണ്ണമായ പേര് ഉപയോഗിച്ചുകൊണ്ടും പേരിനെ അശ്ലീലമായിട്ടുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ടും എന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വരെ എന്നെ കുറിച്ചുള്ള വലിയ അപമാനകരമായിട്ടുള്ള കാര്യങ്ങൾ എഴുതി പിടിപ്പിച്ചുകൊണ്ടും അയാളുടെ വികലമായ മനസ്സിന്റെ മനോധർമ്മം അനുസരിച്ച് എന്താണോ അയാൾക്ക് എഴുതാൻ തോന്നുന്നത് അതെല്ലാം തന്നെ
എന്നെ കുറിച്ച് അയാൾ എഴുതി പഠിപ്പിച്ചു. ഓക്കെ. അതിനെ തുടർന്ന് ഞാൻ നിരവധി പരാതി നൽകിയിരുന്നു. ഏറ്റവും അവസാനം അയാൾ കേരളത്തിലെ സരിത എസ് നായരെയും സ്വപ്ന സുരേഷിനെയും എന്നെയും കമ്പയർ ചെയ്തുകൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റും വീഡിയോയും ഒരു ലോക്കൽ യൂട്യൂബ് ചാനലുണ്ട്, ഒരു സിബി ആൻഡ് രാജൻ, ഈ രണ്ടുപേരാണ് അത് നടത്തുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി ഇരുന്നുകൊണ്ട് ഇത്തരത്തിലൊരു അപമാനകരമായിട്ട് ഉള്ള ചിത്രീകരണങ്ങൾ, ആവശ്യമില്ലാത്ത തരത്തിലുള്ള ഡെഫിനിഷൻസ്, എന്റെ വ്യക്തിത്വത്തെയും എന്റെ സ്ത്രീത്വത്തെയും ഒരു വ്യക്തി എന്നുള്ള നിലയിലും എന്റെ രാഷ്ട്രീയപരമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് അപ്പുറത്തേക്ക് തേജോവധം ചെയ്യുക, സ്ത്രീത്വത്തെ അപമാനിക്കുക എന്ന് പറയുന്നതിന്റെ എല്ലാ ഡെഫിനിഷൻസും ബ്രോഡ് ആൻഡ് നാരോ പെർസ്പെക്ടീവ്സിൽ എടുത്താൽ പോലും എല്ലാ ഡെഫിനിഷൻസും കവർ ചെയ്യുന്ന രീതിയിലാണ് ഇവർ രണ്ടുപേരും കൂടി കാലങ്ങളായിട്ട് ഏതാണ്ട് 25ഓളം വീഡിയോസാണ് എനിക്കെതിരെ ചെയ്തിട്ടുള്ളത്. ഇതിനു മുമ്പത്തെ സർക്കാരിന്റെ കാലത്ത് പരാതിപ്പെട്ടിരുന്നോ? തീർച്ചയായിട്ടും പരാതി നൽകിയിരുന്നു. നടപടിയെടുത്തില്ല അവരൊന്നും, അല്ലേ? നടപടിയെടുത്തില്ല. ഒരു കേസിൽ എഫ്ഐആർ ഇടുന്ന ഘട്ടം വന്നപ്പോൾ ഇയാളെ മുൻകൂർ ജാമ്യം എടുത്തു. അതും വളരെ മൈനർ ആയിട്ടുള്ള ബെയിലബിൾ സെക്ഷൻസ് മാത്രമാണ്. ഇന്നലെ അവിടെ പോയി കണ്ടു എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഇട്ടിരിക്കുന്നുണ്ട്. ജയിലിൽ പോയി കണ്ടായിരുന്നു അന്ന് തന്നെ. അതെ, കണ്ടിരുന്നു. അയാൾ അതിനെക്കുറിച്ച് വലിയ വിശേഷമാണ്. തൽക്കാലം തന്റെ അയാളൊരു വിശേഷണം ഇവിടെ കൊടുത്തിരിക്കുന്നത്, തൽക്കാലം ശ്രീനയുടെ സുഖം എനിക്ക് വേണ്ട, അങ്ങനെയൊക്കെ പറഞ്ഞ് ഇതൊക്കെയാണ് അയാൾ അവകാശപ്പെടുന്നത്. എന്താണ് സംഭവിച്ചത് അവിടെ അന്ന്? അതിനെ തുടർന്ന് ഈ പറഞ്ഞ പ്രയോഗങ്ങളൊക്കെ അയാളുടെ ഏറ്റവും താഴ്ന്ന നിലവാരത്തിൽ നമ്മൾ പറയാറുണ്ട് ഫോർത്ത് പില്ലർ ഓഫ് ഡെമോക്രസിയാണ് മാധ്യമങ്ങളെന്ന്. 2016 മുതൽ നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഒരുപാട് യൂട്യൂബ് ചാനൽസ് പോപ്പപ്പ് ചെയ്തു തുടങ്ങിയ ഒരു വർഷമാണ് 2017-18 എന്നൊക്കെ പറയുന്നത്. അപ്പോ യൂട്യൂബിൽ കുറച്ച് വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ജീവിക്കാമെന്ന് ചിന്തിച്ച് വെറുതെ ഒരു യാതൊരു ധാർമ്മികതയുടെയും അടിസ്ഥാനത്തിലല്ലാതെ യാതൊരു ബാക്ക്ഗ്രൗണ്ട് വർക്ക് നടത്താതെ യാതൊരു പ്രൊഫഷനോട് യാതൊരു കമ്മിറ്റ്മെന്റും ഇല്ലാത്ത രീതിയിലുള്ള കുറച്ച് നിലവാരമില്ലാത്ത യൂട്യൂബ് ചാനലുകൾ മുളച്ചു പൊന്താറുണ്ട്. അങ്ങനെയുള്ളവർ ഉപയോഗിക്കുന്ന കുറച്ച് വരുമാന മാർഗത്തിനായിട്ടും ജീവിക്കാൻ വേണ്ടിയും ആഹാരം കഴിക്കാൻ വേണ്ടിയിട്ടും ഉപയോഗിക്കുന്ന ഒരു ചാനലായിട്ട് ഞാൻ ആ ചാനലിനെ വിലയിരുത്തുന്നുള്ളൂ. അപ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് കണ്ടന്റുകൾ ഉണ്ടാകുമ്പോൾ അത് സിനിമകളിൽ എന്തൊക്കെയോ പരാതി നൽകിയിട്ടുണ്ട്. വേറെയും കേസുകൾ ഉണ്ടെന്ന് തോന്നുന്നു അയാൾക്കെതിരെ, അല്ലേ? മറ്റു പല കേസുകളും. അപ്പൊ ഞാൻ അവിടെ പോയി ജയിലിൽ അയാളെ കണ്ടിരുന്നു. അയാൾ ഈ പറയുന്ന വീരവാദം, ഒരു ഒറ്റമുറിക്കകത്തിരുന്നോണ്ട് ഒരു മൊബൈൽ ഫോണും പിടിച്ചുകൊണ്ട് കാണിക്കുന്ന വീരവാദം ഒന്നും അവിടെ കണ്ടില്ല. അവിടെ വളരെ നിശബ്ദനായിട്ടും വളരെ സൈലന്റ് ആയിട്ടും വളരെ ബഹുമാനത്തോടും വാക്കുകൾ എങ്ങനെ ഉപയോഗിക്കണമെന്നും എന്നെ പേര് പറഞ്ഞുകൊണ്ട് വളരെ മാന്യമായി അഭിസംബോധന ചെയ്യുവാനും ഒക്കെ അയാൾക്ക് അറിയാമായിരുന്നു. പക്ഷെ അയാൾ ചെയ്തിട്ടുള്ള ഒരു യൂട്യൂബ് ലിങ്ക് ഇപ്പൊ എനിക്ക് ചില സുഹൃത്തുക്കൾ അയച്ചു തന്നു. അതിൽ അയാൾ വലിയ രീതിയിൽ നിന്നെ എന്നൊക്കെ എന്നെ അഭിസംബോധന ചെയ്തു എന്ന് പറയുന്നു. അതുകൊണ്ട് യൂട്യൂബർ രാജനോടാണ്, എന്റെ മുഖത്ത് നോക്കി എന്നെ അത്തരത്തിലൊരു അഭിസംബോധന ചെയ്താൽ കിട്ടാൻ പോകുന്ന മറുപടി ഒരിക്കലും നിയമപരമായിട്ടില്ല, അതിന് അർഹിക്കുന്ന രീതിയിൽ തന്നെ മറുപടി അയാൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യം, ഇദ്ദേഹം കോൺഗ്രസുകാരെ കുറിച്ച് മാത്രമല്ല, ഇപ്പൊ ഉദാഹരണത്തിന് എളമരം കരീമിനെ കുറിച്ചും പി ദിവ്യയെ കുറിച്ചും ഒക്കെ മോശം പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും CPM-കാർ ഇയാളെ കൊണ്ട് നടക്കുന്നു തോന്നല്ലേ? ശ്രീനെ അത് ശ്രദ്ധിച്ചിട്ടില്ലേ? തീർച്ചയായിട്ടും അത് ഇന്നലെ കൂടി അത് നമുക്ക് ബോധ്യപ്പെട്ട വിഷയമാണ്. ശ്രീമതി പി ദിവ്യയെ കുറിച്ച് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ അവരെ അങ്ങേയറ്റം അപമാനിക്കുന്നതാണ്. അവരതിനെ തുടർന്ന് പോലീസിൽ കേസ് കൊടുത്തിട്ടുമുണ്ട്. അതുമായിട്ട് മുന്നോട്ട് പോവുകയുമാണ്. അപ്പോൾ അതിനുശേഷം ശ്രീ മുഹമ്മദ് റിയാസ്, ശ്രീ എളമരം കരീം ഇവരെ തമ്മിൽ ഏറ്റവും ഹീനമായിട്ടുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ CPM-ന്റെ അടൂർ ടൗണിലെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും CPM-ന്റെ അടൂർ ഏരിയ കമ്മിറ്റി അംഗവുമാണ് ഇന്നലെ രാജന് വേണ്ടി അടൂർ പോലീസ് സ്റ്റേഷനിൽ ജാമ്യം എടുക്കുവാനായിട്ട് എത്തിച്ചേർന്നത്. CPM-ന്റെ പാർട്ടി വക്കീല് ഹാജരായി എന്നുള്ളത് അവിടെ ഇരിക്കട്ടെ, ഒരു അഡ്വക്കേറ്റ് ആണ്, അദ്ദേഹത്തിന്റെ പ്രൊഫഷനെ കുറിച്ച് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. മറിച്ച് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ CPM-ന്റെ ഒരു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും CPM-ന്റെ ഒരു ഏരിയ കമ്മിറ്റി അംഗവും അവിടെ വന്നിട്ടുണ്ടെങ്കിൽ CPM-ന്റെ സംസ്ഥാന നേതൃത്വം മുതൽ പ്രാദേശിക നേതൃത്വം വരെ പി ദിവ്യയെക്കുറിച്ചും മുഹമ്മദ് റിയാസിനെ കുറിച്ചും എളമരം കരീമിനെ കുറിച്ചും പറഞ്ഞത് പൂർണ്ണമായിട്ടും അംഗീകരിക്കുന്നു എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ന് അവരുടെ നിലപാട് എന്താണ് ആ വിഷയത്തിൽ എന്നുള്ളത് വ്യക്തമായി പറയേണ്ടതാണ്. ഇപ്പൊ കോൺഗ്രസ് പാർട്ടിയെക്കുറിച്ചോ ഐക്യജനാധിപത്യ മുന്നണിയെക്കുറിച്ചോ അപമാനകരമായി അധിക്ഷേപിച്ചുകൊണ്ട് സംസാരിക്കുന്നു എന്നുള്ളത് മാത്രമാണോ ഈ കഴിഞ്ഞ കാലയളവുകളിൽ രാജനെയും സിബിയെയും ഒക്കെ കമ്മ്യൂണിസ്റ്റുകാരായിട്ട് അംഗീകരിക്കുവാൻ CPM-ന്റെ സംസ്ഥാന നേതൃത്വവും പ്രാദേശിക നേതൃത്വങ്ങളും സൈബർ സഖാക്കളും തയ്യാറായതെന്നുള്ളത് വ്യക്തമാക്കണം. ഓക്കെ, എന്തായാലും UDF-ന്റെ ഒരു നട്ടലുള്ള ഒരു വനിതാ പ്രവർത്തക തന്നെയാണ് ശ്രീനാദേവി കുഞ്ഞമ്മ. അതിനകത്ത് യാതൊരു സംശയമില്ല. പുള്ളിക്കാരിയുടെ രാഷ്ട്രീയത്തെയും അല്ലെങ്കിൽ പുള്ളിക്കാരി ഈ പറഞ്ഞിട്ടുള്ള പബ്ലിക്കിൽ വന്ന് എന്തെങ്കിലും കാണിച്ചു കൂട്ടിയാലോ, അപ്പം അതൊക്കെ എടുത്തു വെച്ച് സംസാരിക്കാം, അഭിപ്രായങ്ങൾ പറയാം, കുഴപ്പമില്ല. പക്ഷെ ഇത് ഇച്ചിരി കൂടിപ്പോയി. ഇല്ലാത്ത കുറേ കാര്യങ്ങളൊക്കെ കൊണ്ടിട്ടിട്ട് ചുമ്മാ പടച്ചു വിടുന്നത്, അത് ഈ കുറച്ച് ഉളുപ്പെങ്കിലും വേണ്ട അല്ലേ? ചുമ്മാ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ അടിച്ചിറക്കി വിടുന്നത്, അതും അശ്ലീലം നിറഞ്ഞ കുറേ കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതിനെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. അതുപോലെ ശ്രീനാദേവി കുഞ്ഞമ്മയെ ഇഷ്ടമുള്ള ആളുകൾ ശ്രീനാദേവി കുഞ്ഞമ്മയുടെ ഇപ്പോഴത്തെ ഈ നിലപാട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് അതും കൂടെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനലായിട്ട് കാണുന്നവരെങ്കിൽ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം.